എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ മഴക്കാലമാണ്. എത്ര എത്ര ഇടിമിന്നൽ എവിടെയൊക്കെ വെറുതെ പാഴായി പോകണം അല്ലേ? നിങ്ങൾ അതിനൊക്കെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? സയൻസാണ്. അപ്പോൾ നമസ്കാരം. എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വലിയ നഷ്ടമൊന്നുമില്ല. ഹേറ്റേഴ്സ് ആയാൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യൂ. വലിയ നഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇടിമിന്നലിൻ്റെ കേസ് പറഞ്ഞു വന്നത് അതാദ്യം മഴക്കാലമല്ലേ, ഒരു ഇടിമിന്നലിൻ്റെ കേസ് ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഈ മുല്ലപ്പൂവിൻ്റെ ആർമിയിൽ ഞാൻ ഇവൻ്റെയൊക്കെ പേര് പറയുമ്പോഴേ നാക്ക് കൊടുക്കണം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബുദ്ധിയോ വിവരമോ ബോധമോ 5 പൈസയ്ക്ക് ഗുണമുള്ളതോ ആയിട്ടുള്ള ആരും ഇല്ലെന്ന്. അത് വീണ്ടും വീണ്ടും വളരെ സത്യമാണ് എന്ന് പറഞ്ഞ് തെളിയിച്ചുകൊണ്ട് ഈ കീടാണുക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു തന്നെ ഞാൻ കുറച്ചൊന്ന് മാന്യമായി ഒന്ന് ഉപദേശിച്ച് വിട്ടിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ നിങ്ങൾ ഡെയിലി കാണുന്ന ആ വാഴ തന്നെ. അപ്പോൾ വാഴയല്ല, പടുവാഴ. ഓക്കെ. അപ്പോൾ അവൻ വീണ്ടും എനിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അവൻ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നെ അങ്ങ് മൂക്കി കയറ്റിക്കളയെന്നാണ് അവൻ്റെ വർത്തമാനം. അല്ലെങ്കിൽ ഈ മൂക്കള ടീംസിന് മൂക്കി കയറ്റുന്നത് വലിയ ഇഷ്ടമാണ്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ആരംഭിക്കലാകുമോ? ഒന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്ര നേരം ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നിങ്ങൾ കേട്ട എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ജാസ്മിൻ്റെ ഫേവറേറ്റുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു. അതായത് ജാസ്മിൻ ജിൻഡോയെക്കാട്ടി എത്ര ബെറ്ററായിട്ട് ഗെയിം കളിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതുൽ വ്ളോഗ്സ് റിയാക്ട് ചെയ്തതിനെ പറ്റിയിട്ടാണ് തുടങ്ങിയിട്ട് ജാസ്മിൻ ജിൻഡോയേക്കാൾ എത്ര മാത്രം ഗെയിം കളിക്കുന്നു എന്നാണ് ഈ പറയുന്ന ആർമിയുടെ ഹെഡ് ഓഫീസറായ തലപ്പത്തിരിക്കുന്ന തൊപ്പി വെച്ച വേട്ടവാളിയൻ പറയുന്നത്. അപ്പോൾ ഈ വേട്ടവാളിയൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ഗെയിം കളിക്കുന്നുണ്ട്. ജിൻഡോയേക്കാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കള്ളത്തനവും കപടമുഖവും ഒക്കെ ആയിട്ട് വെച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അത് ഈ വേട്ടവാളിയൻ പറയുന്നത് വളരെ കറക്റ്റാണ്. അപ്പോൾ ബാക്കി പറഞ്ഞേ, അദ്ദേഹത്തിൽ തമ്മിലും കണ്ടെടുത്ത് വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് ഫുൾ നെഗറ്റീവായിരുന്നു. ഈ വീഡിയോ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചിക്കതറിയാം. ജാസ്മിൻ ജിൻഡോ തമ്മിലുള്ളൊരു വ്യത്യാസവും ജാസ്മിൻ്റെ ഗെയിം എത്ര ബെറ്റർ എന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ തമ്മിൽ അതിൽ ഞാൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ വേട്ടവാളിയന്മാർ കാരണമാണ് ഒരു 60% നെഗറ്റീവ് ഉണ്ടാവുന്നത്. ബാക്കി 60% അല്ല, കുറേ ഒരു 80% കയ്യിലിരിപ്പ് എന്നടേ. 80% കയ്യിലിരിപ്പ്. ബാക്കി 20% യുവമാർ കാരണമാണ്, ഈ വേട്ടവാളിയന്മാർ കാരണമാണ് നെഗറ്റീവ് വന്നത്. അങ്ങനെയാണ് ടോട്ടലി കാൽക്കുലേറ്റ് 100% നെഗറ്റീവായി മാറിയത്. നല്ലത് പറയാൻ ഒന്നുമില്ലാതെ. മനസ്സിലായ? സ്വന്തം ഇവനൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മഴക്കാലം, മഴ വീണ് ഇടിമിന്നൽ വേസ്റ്റായിട്ട് പോകണം. ഇതിനൊക്കെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നല്ല വളച്ചൊടിപ്പ്. പറയുന്ന കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് മറ്റു തലത്തിലെത്തിച്ച് ജാസ്മിനെ നെഗറ്റീവ് ആക്കാനുള്ള ശ്രമമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളച്ചൊടിച്ച് ആരടാ ഇവിടെ നെഗറ്റീവ് ആക്കുന്നത്? സ്വന്തമായിട്ട് വളഞ്ഞൊടിഞ്ഞ് നെഗറ്റീവായി. എന്നിട്ട് നീയൊക്കെ കൂടുതൽ കുറച്ചുകൂടി ഇട്ട് മിക്സ് ചെയ്തപ്പോൾ മൊത്തത്തിൽ കുളമായി. ഇതാണ് സംഭവിച്ചത്. മനസ്സിലായ? ഇതിനാണ് പറഞ്ഞ ഡീഗ്രേഡിങ് എന്ന് പറയുന്നത്. നമുക്ക് വേറെ പ്രശ്നമില്ല. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പോകുന്ന നേരത്ത് ഇതുപോലെ പല ഇതും നമ്മൾ നേരിടേണ്ടി വരും. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കിനി അങ്ങോട്ട് യാത്ര തുടരുന്നത് മസനഗുഡി വഴി വാഴത്തോട്ടത്തിലോട്ടാണ് ഇവൻ പോണത്. ബാക്കിയെല്ലാവരും ഊട്ടിക്ക് പോകുമ്പോൾ വാഴത്തോട്ടത്തിലോട്ട്. ഇവനെയൊക്കെ വേട്ടവാളിയന്മാരെ എന്ന് കയ്യിലൊന്നും കിട്ടണമില്ലല്ലോ കൈവാക്കിന്. നിനക്കേ ഞാൻ സീരിയസിൽ ചോദിക്കുകയാണ്, ഏതെങ്കിലും സ്കൂളിൻ്റെ വരാന്തര അടുത്തൂടെയെങ്കിലും നീ പോയിട്ടുണ്ടോ? ഇത്ര ബോധമില്ലാത്തതുകൊണ്ട് സീരിയസ്ലി ചോദിക്കുക. നീ പറയുമോ എന്നെ പരസ്യമായിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ലെന്നോ ആക്ഷേപിച്ചല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചാൽ. മനസ്സിലായി? എനിക്ക് നിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് എന്തുവാ തൊപ്പിയും വെച്ച് ബാക്കിൽ മൊത്തം വെളിച്ചവും വെച്ച് നീ ആരടേ? എന്താണ് ഈ പിടി കിട്ടണല്ലോ ഉദ്ദേശം? നോക്കാം. അങ്ങോട്ട് പോക പല യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തുനിന്നും എനിക്കും ജാസ്മിൻ്റെ ഫാൻസായിട്ട് നിൽക്കുന്ന മറ്റു ആർമിക്കാർക്ക് നെഗറ്റീവ് കണക്കെ വരും. എന്നും പിന്നെ യൂട്യൂബേഴ്സിന് മനഃപൂർവ്വം നെഗറ്റീവ് ഉണ്ടാക്കലല്ലേ ഇവിടെ പണി. എണീച്ച് പോടാ ഇവിടെ പോടാ വേട്ടവാളിയാ. ഇനി മേലെ നിന്നെ പേജിൽ കണ്ടുപോയില്ലേ, നിന്റെ ഓഞ്ഞ പേജും കിടുതാപ്പ് എടുത്തോണ്ട് ഇന്ന് സ്ഥലം വിട്ടോണം. ഇനി മേലെ ഏരിയ കണ്ടുപോയില്ലേ, നിന്നെ പോലെ ഉള്ളവന്മാർ കാരണമാണ് ഇവിടെ മൊത്തം ഈ ഗതിയിലായത്. ഇത്രയും അതപ്പതിച്ചവന്മാരൊക്കെ എവിടെ നിന്ന് കുറ്റി പറിച്ചുകൊണ്ട് വരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തൊപ്പിയും വെച്ച് ഇറങ്ങിക്കോളാം നാട്ടുകാരെ പറ്റിയേ.
പറഞ്ഞ് നമുക്ക് പ്രൊമോഷൻ വർക്ക് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റത്തില്ല, നമുക്ക് പലതും നമ്മൾ പറയേണ്ടി വരും, അതിനെ ഇവർ റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും, അത്ര കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ നെഗറ്റീവിനെ വരുന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി എനിക്ക് മനസ്സിലായി, ഇതൊക്കെ അതിൽ വർക്ക്സ് റിയാക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഓഹോ, അപ്പം നെഗറ്റീവ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് അതുൽ വ്ളോഗ്സ് അല്ലേ? അതുൽ വ്ളോഗ്സ് ആരുടെ? ഞാനാണല്ലേ? ഞാൻ തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കഥനെ വളച്ചൊടിച്ച് അവർ വേറെ രീതിക്കാക്കുന്നതാണ് ഈ ഒരു ഡീഗ്രേഡിങ് എന്നൊക്കെ പറഞ്ഞത്. ആ രീതിക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരടാ വളച്ചൊടിച്ച് ഇവിടെ വേറെ രീതിയിൽ കൊണ്ടെത്തിച്ച്? നിനക്ക് ബോധമില്ലടാ വേട്ടവാളിയാടെ. നിന്റെ പേരെങ്കിലും പറയടേ. നിന്റെ പേര് പറഞ്ഞ് വേട്ടവാളിനും പടുവാഴി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാണ്ടേ നിന്റെ പേര് പറഞ്ഞ് വിളിക്കട്ടെ. നിന്റെ പേര് അടുത്ത വീഡിയോയിൽ പറഞ്ഞു. ഇത്രയും ബോധമില്ലാത്തവന്മാർ. എടാ നീ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് എടുത്ത് നോക്ക്. നിന്നെ ഭയങ്കര സപ്പോർട്ടാണ്. ജനങ്ങളെല്ലാം നിനക്ക് വേണ്ടി കൈ അടിക്കുക. ഒന്ന് പോടാ കളഞ്ഞിട്ട്. ഇവന്റെ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഗായ്സ്. ഇനി നമ്മൾ അങ്ങോട്ട് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് വരത്തുള്ളൂ. ഈ ഒരു കാര്യം നമുക്കിങ്ങനെ എക്സ്പെക്ട് ചെയ്യണം. നമ്മൾ ഓരോ കാരണം ജാസ്മിൻ നമുക്ക് ഫേവറേറ്റ് ചെയ്യുന്ന ഓരോ കാര്യം നമ്മൾ പറയേണ്ടത്. ഇവരിങ്ങനെ നോക്കിയിരിക്കുക നമുക്ക് എന്ത് പിടിച്ച് നമ്മൾ നെഗറ്റീവ് ആക്കട്ടെന്ന് എന്നുള്ള കാര്യം. നെഗറ്റീവ് ആക്കി ഇനിയിപ്പോൾ എന്ത് പിടിച്ച് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയൊന്നുമില്ല. തൊട്ടാ പൊന്ന് അവിടെ മൊത്തം നെഗറ്റീവാ. തൊടുന്ന സ്ഥലം എല്ലാം നെഗറ്റീവാ. അതുകൊണ്ട് പ്രത്യേകിച്ച് പിടിച്ച് നെഗറ്റീവ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതേമാതിരിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഥ സജിന എന്ന് പറഞ്ഞ ഒരു സജിനയുടെ നമ്മളെ ബിഗ് ബോസ് സീസൺ 3 കണ്ടസ്റ്റൻറ്റിൻ്റെ ഫോട്ടോയ്ക്ക് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതെന്തെന്ന് എനിക്കറിയത്തില്ല. സജിന ഒരു അഭിപ്രായം പറഞ്ഞ വീഡിയോ കൂടെ പോസ്റ്റ് ഇട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞത്. അതും നമ്മൾ വേട്ടവളെ സജിന പറഞ്ഞ അഭിപ്രായത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അതെടുത്ത് റിയാക്ട് ചെയ്തത്. നീ അത് കിഴങ്ങണ്ട. ഞാൻ എപ്പോഴും എൻ്റെ അഭിപ്രായത്തിലാണ് പറയണേ വേട്ടവളിയെ. അതുകൊണ്ട് എനിക്കതിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമ്പോൾ പറഞ്ഞു. അതിനെന്താണ് നീ ഇത്ര തിളക്കണത്? ആ ഒരു ബന്ധമില്ല തമ്മിൽ. കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി ജാസ്മിൻ നമ്മൾ ഒരു പ്രൊമോഷൻ കണക്ക് നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ നേരത്ത് നമ്മൾ ഓരോന്ന് പറയാൻ നേരത്ത് അത് ഇവർ ശ്രദ്ധിച്ചിരുന്നിട്ട് അവർ യൂട്യൂബ് കൊണ്ട് തന്നെ റിയാക്ട് ചെയ്ത് തന്നെ വളച്ചൊടിച്ച് വേറെ രീതിക്കാക്കാൻ വേണ്ടി ശ്രമിക്കും. അവർ ഇപ്പം മറ്റാരെങ്കിലുമൊക്കെ ഒരു ഫാൻസ് ജയിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ജയിക്കണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മളിവിടെ ഇനി എന്ത് പറയുമ്പോഴും ജാസ്മിനെ ഫേവറേറ്റ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. അതിനൊരു കുറവ് വരാൻ വേണ്ടി പോകണതില്ല. നമ്മളിപ്പം നിന്തേടാ പറയണേ? കേട്ടിരിക്കണം. നിങ്ങളെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഗായ്സ്. ഇത്ര ഫേവറേറ്റ്സ് നമുക്ക് എന്തൊരു കാര്യം പറയുമ്പോൾ ഇവർ നോക്കും ഇവരെന്ത് പറയുന്നു, അതിന് നമുക്ക് എങ്ങനെ വളച്ചൊടിക്കാം, ഡീഗ്രേഡിങ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നോക്കിയിരുന്നു ചെയ്യുന്ന കാര്യങ്ങളതൊക്കെ. അത് നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. ഇത് ഞാൻ നേരത്തെ കണ്ട കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഇവർ വളച്ചൊടിക്കാനും നെഗറ്റീവ് ആക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തും. ഇതൊക്കെ എനിക്ക് ആൾറെഡി അറിയാമായിരുന്നു. അങ്ങനെ തന്നെ നടന്നു. ഇനി അവർ ചെയ്യും. ഇനി അടുത്ത യൂട്യൂബർ വരും. അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അത് നമുക്കൊന്നും തളർത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ നമ്മുടെ ജാസ്മിൻ്റെ നമ്മൾ നല്ല വശങ്ങളിങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടേ നമ്മളെ ജാസ്മിൻ്റെ നല്ല വശങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടോ നല്ല വശം വേട്ടവാളി വല്ലതും ഉണ്ടോ? ഇവനുമാണ് ഫസ്റ്റ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ മൂക്കള ചായ കൊടുക്കേണ്ടത്. ഇവന് കൊടുക്കണം. ഇവ അത് കുടിക്കണം. മനസ്സിലായി? മൂക്കള ചായ സ്പെഷ്യലിസ്റ്റാണ് അവൻ. ഇവനത് കുടിക്കണം. അയ്യോ ഇരിക്കണം. അവർക്ക് ഇത് നല്ല ഈ ഇരിപ്പാണ് ഇരിക്കണം. ഓക്കെ. എനിക്ക് ഈ പേജ് എത്ര സ്ട്രോങ് ആകുമെന്ന് കരുതത്തൊരു കാര്യമുണ്ട്. എന്നെ കണക്കൊരു അഡ്മിൻ ഉണ്ടാവും. കാരണം അവർ ചെയ്യുന്നതിനൊക്കെ മറുപടി കൊടുക്കുമെന്ന്. നിന്നെ കണക്കൊരു അഡ്മിൻ നമ്മൾ ചെയ്യുന്നതിന് നിന്റെ മറുപടി. എടാ പോടാ വേട്ടവാളിയാ. എടാ മഴ ഇടി മിന്നലേ. അവിടെ ജാസ്മിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇങ്ങനൊരു ഇൻസ്റ്റാഗ്രാം പേജ് പ്രവർത്തിക്കുമെന്നും അതുപോലെ അഡ്മിൻ ഉണ്ടെന്ന് ഇവർ ഒരിക്കലും കരുതിയിരുന്നില്ല. ജാസ്മിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ യൂട്യൂബേഴ്സ് എല്ലാവർക്കും കിട്ടിയ ഒരു ചലഞ്ചിങ് ആണ് ഈ അഡ്മിൻ എന്ന ഈ ഒരു ഞാൻ ഇവ മൊട്ടം കോമഡി പീസാണല്ലോ. നീയോടെ തീരല്ലേ? നീ വംശനാശം സംഭവിച്ചു. ഇതൊന്നോടെ ഈ പീസ് തീരുമല്ലോ. അതാണ് എൻ്റെ സങ്കടം. ഈ പീസ് അതോടെ തീരും. ഇരിക്കണണ്ട. ഒറ്റ പീസോടെ ഈ സാധനം അങ്ങ് തീരും. വംശനാശം. സിംഹവാലൻ കുരങ്ങ് മറ്റേ പൊന്മാനല്ലല്ലേ കലമാൻ ഏതോ മാന് ഇതൊക്കെയാണല്ലോ വംശനാശം. ആ കൂട്ടത്തിൽ അവനെ പിടിച്ചു ചേർത്തു. ഇനി ഫോട്ടോ സൈഡിൽ ഒരെണ്ണം. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെന്നെ തകർക്കാനും ശ്രമിക്കുന്നു. എൻ്റെ ഈ ഗ്രൂപ്പും കാരണമൊക്കെ എൻ്റെ ആശയങ്ങളൊക്കെ തകർക്കാനും ശ്രമിക്കും. നിന്റെ ആശയം ഇതാണ്. നിന്റെ ആശയം നല്ലായിരിക്കുന്നത്. വെച്ചായിരിക്കുന്നത് നിന്റെ ആശയം. വെളിയിലായിട്ട് പറയല്ലേട്ടോ ഇത് നിന്റെ ആശയമായിരുന്നു. ഒരു നെഗറ്റീവ് ക്യാമ്പയിനെ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. പിന്നെ രാവിലെ മുതലേ നമ്മൾ ക്യാമ്പ് നടത്തില്ല. മറ്റേ 4 തടിയൊക്കെ കൂട്ടിയിട്ട് തീയൊക്കെ കത്തിച്ച് ചുറ്റും ഇരുന്നിട്ട് നെഗറ്റീവ് ക്യാമ്പയിൻ. എനിക്ക് പോടാ വേട്ടവാളിയാ. ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് ഈ ഒരു ഗ്രൂപ്പ് ഞാനൊക്കെ ഇങ്ങനെ ഈ ഒരു
നിൽക്കുന്നത്. അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടായ സമയത്താണെങ്കിൽ നിങ്ങൾ ഒട്ടും എത്തത്തെ കാര്യമില്ല എത്താ, നിങ്ങൾ കാര്യമൊന്നുമില്ല ഒത്തത്തെ എത്തിട്ട്. ഇവർക്ക് ഭയങ്കര ഇതുണ്ട്. കാരണം ജാസ്മിനെ പ്രൊമോഷൻ ചെയ്ത് ഇനി വിജയിപ്പിക്കുക വിന്നറാക്കുക എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർ ഞാൻ ഇനി പറയുന്ന ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ച് എനിക്ക് എഗെയിൻസ്റ്റ് തിരിക്കാൻ നോക്കത്തുള്ളൂ. ഇവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു പേജും ഒരു അഡ്മിനും അവർ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇനി അങ്ങോട്ട് പലതും നമ്മൾ കാണേണ്ടി വരും. നീ ഇങ്ങനെയാണെങ്കിൽ പലതും കാണൂടെ. നീ ഇത്ര ഇഞ്ഞ ഇക്ര ഉക്കുറു ഇക്ക നീ കാണേണ്ടി വരും. ഇങ്ങനെയും പടുവാഴകൾ ഈ ലോകത്തുണ്ടായിപ്പോയല്ലോ. ചിന്താ ഗതിയേട് ചിന്തക്കെ ഈ അടിച്ച് കയറി വാ. കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ഈ കൊച്ചു ഇന്ത്യയിൽ നടക്കുന്നത്. ഭലെ ബേഷ്. നിങ്ങളുടെ അഭിപ്രായം പറ ഗായ്സ്. എനിക്ക് വയ്യ ഇവനെന്ന് ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പറ. നിങ്ങൾ പറ നിങ്ങളുടെ എന്ത് ചെയ്യണം ഇവനെ എന്ത് ചെയ്യണം പറ ഗായ്സ്, കമൻറ്റ് ബിലോ.